ഇൻസ്ട്രക്ടർ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള സെക്ഷനിലെ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്ന് അറിയാം. നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് പീപ്പിളിനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എംഫസിസ് കൊടുക്കുന്നത്, പ്രാധാന്യം നൽകുന്നത്. ഒരു കമ്പനിയിലേക്കോ ഒരു സ്ഥാപനത്തിലേക്കോ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ശരിയായ രീതിയിൽ അവരെ ഏകോപിപ്പിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ലക്ഷ്യമായിട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എംഫസൈസ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ഡെവലപ്മെന്റ് ഓഫ് പീപ്പിൾ. Next question. The planning, organizing and controlling of a procurement, development, compensation, integration of human resources to the end that objectives of എന്താണ് ഫ്ലിപ്പ് പോലെ വരുന്നതാണ് അല്ലേ. അതായത് ഇൻഡിവിജ്വലിൻ്റെയും ഓർഗനൈസേഷനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്ലിപ്പ് പോയിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് HRM. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസിൽ പെടുന്നത് ഏതൊക്കെയാണ്? നമുക്കറിയാം, അവരെ റിക്രൂട്ട് ചെയ്യുന്നത് തൊട്ടിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലെ, അവരുടെ വർക്കേഴ്സിനെ എല്ലാവരും. അപ്പോൾ അതിൽ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, അവരെ റിക്രൂട്ട് ചെയ്യുന്നു, ഡെവലപ്മെന്റ്, അവരുടെ സ്കില്ലുകൾ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യും, കോമ്പൻസേഷൻ നൽകുന്നു, മോട്ടിവേറ്റ് ചെയ്യും, പിന്നെ മെയിൻ്റനൻസ്, അവരെ ശരിയായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കി നടത്തും, പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഒരുപാട് പേരുണ്ടാവും കമ്പനിയിലൊക്കെ, അവരെല്ലാം ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, 5 ബേസിക് മാനേജീരിയൽ ഫംഗ്ഷൻസ് ഓഫ് HRM ആർ ഡാഷ്. മാനേജീരിയൽ ഫംഗ്ഷൻസിൻ്റെ ബേസിക് മാനേജീരിയൽ ഫംഗ്ഷൻസ് ഏതാണ്? നമുക്കറിയാം, പ്ലാനിങ്, നല്ല വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വേണം, പിന്നെ അത് ഓർഗനൈസ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, പിന്നെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് അല്ലെങ്കിൽ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. HRM ഈസ് എ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അണ്ടർ HRM എംപ്ലോയി ഈസ് ട്രീറ്റഡ് ആസ് എ റിസോഴ്സ്. എംപ്ലോയീസിന് ഒരു റിസോഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത് HRMന്റെ കീഴിൽ. HRM എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് സ്കില്ലുകളും ടാലന്റും എബിലിറ്റീസും മാനേജ് ചെയ്യാന്നാണ്. HRM ലാക്സ് ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഗോൾസ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ, ഗോളുകൾ നേടിയെടുക്കാനായിട്ട് HRMന് സാധിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അണ്ടർ HRM എംപ്ലോയി ഈസ് ട്രീറ്റഡ് ആസ് റിസോഴ്സ്. ഇത് ചിണ്ടു ഇമ്മ പപ്പ. ശരി, പപ്പയ്ക്ക് കാണിച്ചു നോക്കാം. പപ്പയുടെ ഡോക്ടർ, പപ്പ ഉറങ്ങാ? പപ്പ ഡോക്ടറാണല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് HRM എക്സെപ്റ്റ് ഡാഷ്. ഏതൊക്കെയാണ് HRMന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്? എക്സെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒഴികെ. എക്സെപ്റ്റ് എന്ന് വെച്ചാൽ ഒഴികെ. ഏത് ആണ് ഇതിൽ പെടാത്തത് എന്ന്? HRMന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. HRM എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ട് ഡാഷ്. അതായത് നമുക്കറിയാം, പുതിയ എംപ്ലോയീസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നമ്മൾ ഫെമിലിയറൈസ് ചെയ്യുക, മറ്റേ എംപ്ലോയീസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഇൻഡക്ഷൻ. ഓക്കെ, ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഇൻഡക്ഷൻ. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. സാത്താൻ്റെ അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടല്ലേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീൻസ് ഡാഷ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാൽ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ ടുഗദർ സോ ദാറ്റ് ദ ഗോൾസ് ഓഫ് ഈച്ച് ആർ അച്ചീവ്ഡ്. അതായത് പീപ്പിളിനെയും തൊഴിലാളികളെയും അവരുടെ ഓർഗനൈസേഷനും അവർ ഭാഗമായിരിക്കുന്ന ആ ഓർഗനൈസേഷൻ്റെയും ലക്ഷ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ട്? ഗോൾസ് ഓഫ് ഈച്ച് ആർ അച്ചീവ്ഡ്. രണ്ട് കൂട്ടരുടെയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം. അതാണ് എന്ത് HRM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് പാടില്ലാത്തതല്ലേ കുട്ടാക്കുവോ? ഉണ്ടല്ലോ പിന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രെയിനിങ് പ്രോസസ് ഈസ് ഡാഷ്. ട്രെയിനിങ് പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട് ടേം ആയിട്ടാണ് നടക്കുക. അപ്പോൾ അത് ഒരു പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. പിന്നെ എടുത്തിട്ട് പിന്നെ ഇടയ്ക്ക് സ്കിൽ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അവരൊന്ന് മോട്ടിവേഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഷോർട്ട് ടേം ആയിരിക്കും, ചെറിയ കാലാവധിയിൽ നടക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, OJT സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നാണ്. അതായത് ജോബിൻ്റെ ഒപ്പം തന്നെ ട്രെയിനിങ് തന്നെയാണ് ഓൺ ദ അണ്ടർ സ്റ്റഡി. Next question, in dash training, a training center is set up and actual job conditions are duplicated or simulated in it.
ഏത് ട്രെയിനിങ്ങിലാണ് ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങിയിട്ട് ആക്ച്വൽ ജോബ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ ജോബ് കണ്ടീഷൻസ് അതിനൊരു ഡെമോ കൊടുത്തിട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, വെസ്റ്റിബ്യൂൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിംഗ് ഓർ ഇൻക്രീസിംഗ് നോളജ് ഓർ സ്കിൽ ഓഫ് എൻ എംപ്ലോയി ടു ഡു എ പെർട്ടിക്കുലർ ജോബ്. ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് ഒരു എംപ്ലോയിന് നോളജ് കൊടുക്കുക, എന്ത് പ്രോസസ്സാണ് നടത്തുന്നത്? അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ അവരുടെ സ്കില്ല്, കഴിവുകൾ കൂട്ടാനായിട്ട് ചെയ്യുന്നതും എന്താണ്? ഓഫ് ദ ജോബ് ഉണ്ടാവും, ഓൺ ദ ജോബ് ഉണ്ടാവും. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. ഡാഷ് ഇസ് എ ഡിവൈസ് ഓർ സിറ്റുവേഷൻ ദാറ്റ് റെപ്ലിക്കേറ്റ്സ് ജോബ് ഡിമാൻഡ്സ് അറ്റ് ഓൺ ദ ജോബ് സൈറ്റ്. ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ ജോബിൻ്റെ ഡിമാൻഡ് കാണിക്കുന്നത് ജോബ് സൈറ്റിൽ, അതിനെ പറയുന്ന പേരാണ് സിമുലേഷൻ. ഓപ്ഷൻ ബി, സിമുലേഷൻ. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എയിംസ്, അത് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്തിനാണ് എയിം ചെയ്യുന്നത്? എയിംസ് അറ്റ് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് എ മാനേജർ. ഒരു മാനേജറിന്റെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റിനാണ് അത് ലക്ഷ്യം വെക്കുന്നത്, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ എന്താണ് വരുന്നത്? അതിൽ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് വരും, സിൻഡിക്കേറ്റ് വരും, സെൻസിറ്റിവിറ്റി ട്രെയിനിങ്ങും വരും. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, സിമുലേഷൻ ടെക്നിക് ഓഫ് ദ ജോബ് മെത്തേഡ് ഇൻക്ലൂഡ്സ്. സിമുലേഷൻ ടെക്നിക്കിൽ വരുന്നത് ഏതൊക്കെയാണ്? അതിൽ കേസ് സ്റ്റഡി അല്ലേ? സിമുലേഷൻ ടെക്നിക് ഓഫ് ദ ജോബ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? കുറേ ഓപ്ഷൻസ് ഉണ്ട്. റോൾ പ്ലേയിങ്, ഇൻ ബാസ്ക്കറ്റ് എക്സർസൈസ്, കേസ് സ്റ്റഡി, മാനേജ്മെന്റ് ഗെയിം. അപ്പോൾ ഈ പറയുന്ന 4ഉം സിമുലേഷൻ ടെക്നിക്കിൽ വരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഇ, ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലേറ്റീവ് വർത്ത് ഓഫ് എ ജോബ് ഈസ് നോൺ ബൈ ഡാഷ്. ഒരു ജോബിന്റെ റിലേറ്റീവ് വർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ഇവാലുവേഷനെയാണ് പറയുന്നത്. മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ ഏതൊക്കെയായിരുന്നു? അതിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മെത്തേഡും ജോബ് ഇവാലുവേഷന്റെ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്വാണ്ടിറ്റേറ്റീവ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ് ആർ ഡാഷ്. ക്വാണ്ടിറ്റേറ്റീവ് ജോബ് ഇവാലുവേഷൻ മെത്തേഡിൽ വരുന്നത് ഏതാണ്? പോയിന്റ് റേറ്റിംഗ് മെത്തേഡും ഉണ്ട്, പിന്നെ ഫാക്ടർ കമ്പാരിസൺ മെത്തേഡും ഉണ്ട്. അപ്പോൾ ബി ആൻഡ് സി ആണ് ഉത്തരം. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി എന്ന് വരുന്ന ഓപ്ഷനാണ് ഡി. അപ്പോൾ ഡി ആണ് ഉത്തരം. ക്വാളിറ്റേറ്റീവ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ് ആർ ഡാഷ്. ക്വാളിറ്റേറ്റീവ് അതായത് ജോബ് ഇവാലുവേഷൻ ക്വാളിറ്റി നോക്കിയിട്ട്, മറ്റേത് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അളവ്, ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗുണം നോക്കിയിട്ട്. ക്വാളിറ്റേറ്റീവ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. റാങ്കിങ്ങും ഗ്രേഡിങ്ങും ആണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ ക്വാളിറ്റി നോക്കാനായിട്ട്. അപ്പോൾ റാങ്കിങ് ആൻഡ് ഗ്രേഡിങ്. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ് ആൻസർ വരിക. ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാം. ആ പറയുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ജോബ് അനാലിസിസ്. അനലൈസ് ചെയ്യാന്ന് ജോബിനെ. ഓക്കെ, അടുത്തത് ജോബ് അനാലിസിസ് റിസൾട്ട് ഇൻ ഡാഷ്. ജോബ് അനാലിസിസ് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഇവാലുവേഷൻ. ഇത് മൂന്നും അതിന്റെ ഭാഗമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എ ബി സി, ഓൾ ഓഫ് എ ബി സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്നിങ് ഐറ്റംസ് ലൈക്ക് ഡാഷ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? അതിൽ ജോബ് ടൈറ്റിൽ, ലൊക്കേഷൻ ആൻഡ് ഡ്യൂട്ടീസ്, പിന്നെ അതിൽ മെഷീൻസ്, ടൂൾസ്, എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ്, വർക്കിംഗ് കണ്ടീഷൻസ്, ഹസാർഡ്സ്. അപ്പോൾ ഇതെല്ലാം പെടും. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഡാഷ് ഈസ് എ ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ് ഇൻവോൾവ് ഇൻ എ ജോബ്. ഒരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാസ്കും ഡ്യൂട്ടീസും ഒരു ജോബിൽ വരുന്നത്, അത് വരുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡാഷ്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ എ ജോബ്. ഒരു ജോബിന് വേണ്ട ഏറ്റവും കുറഞ്ഞ ക്വാളിഫിക്കേഷനാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജോബ് അനാലിസിസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡാഷ്. ജോബ് അനാലിസിസ് എന്തിനൊക്കെ സഹായിക്കും? HRP റിക്രൂട്ട്മെന്റ് സെലക്ഷന് സഹായിക്കും, ട്രെയിനിങ്ങും ഡെവലപ്മെന്റിനും, ജോബ് ഇവാലുവേഷനും, പെർഫോമൻസ് അപ്രൈസലിനും എല്ലാം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് അറേഞ്ചസ് ദ ജോബ് ഇൻ ന്യൂമറിക്കൽ ഓർഡർ ഫ്രം ഹയസ്റ്റ് റാങ്ക് ടു ലോവസ്റ്റ് റാങ്ക് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഡ്യൂട്ടീസിന്റെയും റെസ്പോൺസിബിലിറ്റീസിന്റെയും ബേസിസിൽ നമ്മൾ ജോബിനെ ന്യൂമറിക്കൽ ഓർഡറിൽ, അതായത് ഹയസ്റ്റ് റാങ്ക് തൊട്ടിട്ട് ഏറ്റവും ലോവസ്റ്റ് റാങ്ക് വരെ അങ്ങനെ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അതിനെ അറേഞ്ച് ചെയ്യുന്നു. അതിനെ പറയുന്നതാണ് റാങ്കിംഗ് മെത്തേഡ്. ഓക്കെ, റാങ്കിംഗ് മെത്തേഡ്. Next question, dash a predetermined groups or classes are classified and jobs are assigned to each classification. Grading method ആണത്. ഒരു predetermined group or classes are established and jobs are assigned to each classification. മുന്നേ തന്നെ ഗ്രൂപ്പും ക്ലാസ്സസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിലേക്ക് ജോബുകൾ അസൈൻ ചെയ്ത് കൊടുക്കും, അവർക്ക് ചെയ്യേണ്ട വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കും. അതിനാണ് ഗ്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്.
processes, the more points are assigned to it dash. അതിൻ്റെ ആൻസർ ആണ് പോയിന്റ് റേറ്റിംഗ് മെത്തേഡിലാണ് മോർ കോമ്പൻസബിൾ ഫാക്ടർ, ഒരു ജോബിന് വേണ്ട ഏറ്റവും കൂടുതലായിട്ടുള്ള കോമ്പൻസബിൾ ഫാക്ടർ അതും മോർ പോയിന്റ്സും അസൈൻ ചെയ്യും. കീ ജോബ്സ് ആണ് സെലക്ട് ചെയ്യുന്നതും കമ്പയർ ചെയ്യുന്നതും എന്തിൻ്റെ ബേസിൽ, കോമൺ ഫാക്ടറിൻ്റെ ബേസിൽ നോക്കുന്നതാണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്. ഇനി ഡാഷ് ഈസ് എ സിസ്റ്റമാറ്റിക് പീരിയോഡിക് ആൻഡ് ഇംപാർഷ്യൽ റേറ്റിംഗ് ഓഫ് എൻ എംപ്ലോയി എക്സലൻസ് ഇൻ മാറ്റർ പെർട്ടൈനിങ് ടു ഹിസ് പ്രസന്റ് ജോബ് ആൻഡ് ഹിസ് പൊട്ടൻഷ്യൽ ഫോർ എ ബെറ്റർ ജോബ്. അതാണ് പെർഫോമൻസ് അപ്രൈസൽ. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട്, പിന്നെ പീരിയോഡിക് കുറച്ച് നാൾ കൂടുമ്പോൾ അത് നടത്തും. ഇംപാർഷ്യൽ, അതായത് പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാണ്ട് ഒരു എംപ്ലോയിക്ക് റേറ്റിംഗ് കൊടുക്കുകയാണ്. അവരുടെ എക്സലൻസ്, അവരുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൻ്റെ പ്രസന്റ് ജോബും അവൻ്റെ ജോബിന് ബെറ്റർ ജോബ് ഇനി അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ പൊട്ടൻഷ്യലിനെ, അവൻ്റെ കഴിവുകളെ മാനിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ. നെക്സ്റ്റ് വൺ, ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഇൻക്ലൂഡ്സ് ഡാഷ്. ട്രഡീഷണൽ മെത്തേഡ് പണ്ട് രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന പെർഫോമൻസ് അപ്രൈസൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കും, പെയർഡ് കമ്പാരിസൺ മെത്തേഡ് ഉണ്ടാവും, ഫ്രീ ഫോം അല്ലെങ്കിൽ ഈസി മെത്തേഡ്. ഇത് മൂന്നാണ് പണ്ട് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് അതിൻ്റെ ആൻസർ. മോഡേൺ മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആർ ഡാഷ്. മോഡേൺ മെത്തേഡ്, പെർഫോമൻസ് അപ്രൈസലിൻ്റെ മോഡേൺ മെത്തേഡ്സ് ആണ് ഇത് അസസ്മെന്റ് സെന്റർ മെത്തേഡ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, ബാർസ്. ഇത് മൂന്നും. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. Dash is a performance appraisal technique in which appraisers rate critical employee behavior. ഒരു പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്ക് ഇതിലാണ് അപ്രൈസേഴ്സ് റേറ്റ് ചെയ്യും, ക്രിട്ടിക്കൽ ആയിട്ടുള്ള എംപ്ലോയി ബിഹേവിയറിനെ റേറ്റ് ചെയ്യും. അതാണ് ബാർസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ബാർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് അഗ്രിമെന്റ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജർ. എംപ്ലോയി മാനേജർ തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ഓൺ ഗോൾസ് ടു ബി അച്ചീവ്ഡ് ഇൻ എ ഗിവൺ പീരീഡ്. ഒരു നിശ്ചിത കാലഘട്ടത്തിൽ എന്തൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യണം എന്നുള്ളത് നോക്കുന്നത്. ഏതാണ്? MBO ആണ് ആൻസർ. The combination of peer, superior, subordinate and self-review appraisal is known as dash. എന്താണ്? 360-degree appraisal എന്നാണ് അതിന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡാഷ്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. നമുക്കറിയാം സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യില്ല, അവർ സെലക്ട് ചെയ്യില്ല. അടുത്തത് മാനേജ്മെന്റ് ഇൻ HRM റെഫേഴ്സ് ടു. HRMൽ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോപ്പർ ആൻഡ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്കുള്ള കാര്യങ്ങളെ പ്രോപ്പറായിട്ടും അതിനെ മാനേജിക്കുന്നത്. ദ കോർ പർപ്പസ് ഓഫ് HRM. HRMന്റെ ഏറ്റവും കോറായിട്ടുള്ള, ഏറ്റവും കാതലായ പർപ്പസ് എന്താണ്? മേക്ക് എഫിഷ്യൻറ്റ് പർപ്പസ് ഓഫ് എക്സിസ്റ്റിംഗ് HR. അതായത് ഇപ്പോൾ നല്ല HR വെച്ചിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതാണ് കോർ പർപ്പസ് ഓഫ് HRM എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, യു മസ്റ്റ് ട്രീറ്റ് യുവർ എംപ്ലോയീസ്. നാരായണമൂർത്തിയാണ് പറഞ്ഞത്. ദ റിസോഴ്സസ് ബൈ ദംസെൽസ് എന്ന് പറയുന്നതാണ് ഇത്. അത് സ്വയം റിസോഴ്സസ് എങ്ങനെയാണ്? ഹാവ് ടു ബി, അത് കളക്ട് ചെയ്യണം. മസ്റ്റ് ബി കോർഡിനേറ്റഡ്, അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ അതിനെ ഓർഗനൈസ് ചെയ്യണം, നീഡ് ടു ബി ഓർഗനൈസ്ഡ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ അബവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HRM ഈസ് ആൻ ഡാഷ്. HRM എന്താണ്? ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. HRM മീൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HRM ഇൻക്ലൂഡ്സ് ഡാഷ്. HRMൽ പെടുന്നത് എന്താണ്? HRMൽ പെടുന്നതാണ് പ്ലാനിങ് പേഴ്സണൽ നീഡ്സ്. പേഴ്സണൽ നീഡ്സിനെ പ്ലാൻ ചെയ്യണം. പിന്നെ പ്രൊവൈഡിങ് ബെനിഫിറ്റ്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ്. ഓരോരുത്തർക്കും അവരുടെ ഗുണം, ഇൻസെൻറ്റീവ്സ് ഒക്കെ നൽകണം. അപ്രൈസിങ് പെർഫോമൻസ്, ഓരോ നല്ല എംപ്ലോയീസിൻ്റെ അവരുടെ പെർഫോമൻസിനൊക്കെ നല്ലതാണെന്ന് പറയണം. അപ്പോൾ ഇതെല്ലാം ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ദ എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹിസ്റ്റോറിക്കൽ റൂൾ ഓഫ് ദ HRM ഈസ് ഡാഷ്. ഹിസ്റ്റോറിക്കൽ റൂൾ ഓഫ് HRM എന്താണ്? ഓപ്ഷൻ എ ആണ്, 1 HR പേഴ്സൺ ഫോർ 100 എംപ്ലോയീസ്. അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണിന് 100 എംപ്ലോയീസ് എന്നുള്ള കണക്കാണ് ഹിസ്റ്റോറിക്കൽ റൂളിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, OPM. എന്താണ് OPM? ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് OPMന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ, ദ റോൾ ഓഫ് HR ഡയറക്ടർ. HR ഡയറക്ടറിന്റെ റോൾ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൽ ഭരണം, കാര്യങ്ങൾ എങ്ങനെ നടക്കണം എന്നുള്ളത് നോക്കുന്നതാണ് HR ഡയറക്ടറിന്റെ റോള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാൻ ഓഫ് ഓൾ ദ റിസോഴ്സസ് അവൈലബിൾ ടു മാൻ ക്യാൻ ഗ്രോ ആൻഡ് ഡെവലപ്പ്. അതായത് ഒരാൾക്ക് ഉള്ള എല്ലാ റിസോഴ്സസും നമുക്ക് ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞത് ആരായിരുന്നു? ഓപ്ഷൻ ബി, പീറ്റർ F. ഡ്രക്കർ ആണ് ഇത് പറഞ്ഞത്. നെക്സ്റ്റ്, ദ പെർസ്പെക്റ്റീവ് ഫോർ ദ നീഡ് ഓഫ് HR ഈസ്. HRന്റെ നീഡ് എന്തിനാണ്? ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്. അതായത് ഈ HR ലുള്ള ആള് ശരിയായിട്ടുള്ള നല്ല എംപ്ലോയിനെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്.
എന്നാലാണ് ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ശരിയായ രീതിയിൽ ഓരോ ജോബ് ഇപ്പോൾ സെക്യൂരിറ്റിക്ക് അതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പ്രോഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ചിരിച്ച് അതുപോലെ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് അവരെ ജോലിക്ക് എടുക്കുക എന്നുള്ളതാണ് HR-ൻ്റെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വലിയ നഷ്ടമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ്. ഇനി അതാണ് HR-ൻ്റെ നീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, HRM ഈസ് ഡാഷ്. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, ഇന്ററാക്ടിംഗ് ആണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും തൊഴിലാളികളുമായിട്ട് ബന്ധമുണ്ട്. ലാക്ക് ഓഫ് ദ എബവ് ആണ് ആൻസർ. ദ സ്കിൽ ആൻഡ് ടാലൻസ് ഓഫ് HR. ഒരു HR-ൻ്റെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആളുടെ സ്കില്ലും ടാലൻസും എങ്ങനെയാണ് എക്സംപ്ലിഫൈഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, HR മാനേജ്മെന്റ് ഓൺ പ്രൊക്യൂർമെന്റ് ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ ടാർഗറ്റ്സ് ഡാഷ്. HR മാനേജ്മെന്റ് ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഡെവലപ്മെന്റിനും കോപ്പറേഷനും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ്, സാമൂഹികമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും ടു ഒബ്റ്റെയിൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്, ഒരു ഓഫീസിൻ്റെ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങളും നേടണം. അപ്പോൾ ഓപ്ഷൻ എയും ബിയുമാണ് ആൻസർ. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി എന്ന് വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ. Next question, HRM is concerned with the dash discussion in management. HRM എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? It is concerned with the people discussion in management. Okay, മാനേജ്മെന്റിൽ people discussionനുമായിട്ട് കൺസേൺ ആണ് ഏത് HRM എന്ന് പറയുന്നത്. HRM can be understood as a process of HRM-നെ നമുക്ക് എന്ത് പ്രോസസ് എന്നാണ് പറയാൻ പറ്റുന്നത്? മെയിൻറ്റെയിനിങ് കോമ്പിറ്റന്റ് HR. ഓക്കെ, കോമ്പിറ്റന്റ് HR-നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. HRM is an art of dash. എന്താണ് മാനേജിങ് പീപ്പിൾ? HR-ൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസിനെയാണ് അല്ലേ, മനുഷ്യന്മാരെയാണ് ഒരു റിസോഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാരെ മാനേജ് ചെയ്യലാണ് HRM-ന്റെ ആർട്ട്, കല എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഷുഡ് ബി ദ ബേസിക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എമംഗ് വർക്കേഴ്സ്? വർക്കേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയുള്ളതാവണം? ഓപ്ഷൻ ബി ആണ്, റെഡ്യൂസിങ് വേസ്റ്റേജ് ആൻഡ് മാക്സിമം യൂസ് ഓഫ് റിസോഴ്സസ്. വേസ്റ്റ്, ഇപ്പോൾ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എന്താണ് വേസ്റ്റേജ് കുറയ്ക്കണം. പിന്നെ അവിടെയുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ അത് മാക്സിമം യൂസ് ചെയ്യും വേണം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HR പോളിസി മേക്സ് എംപ്ലോയീസ് ഡാഷ്. HR പോളിസി എംപ്ലോയീസിനെ എന്താണ് ട്രെയിൻ ഫോർ ഫ്യൂച്ചർ പൊസിഷൻസ്, ഭാവിയിലുള്ള പൊസിഷൻസിന് വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യുന്നു. ഹെൽപ്പ് ചെയ്യുന്നത് ടു മെയിൻറ്റെയിൻ കോർഡിനൽ റിലേഷൻഷിപ്പ് യൂണിയൻസ്. അതായത് നമുക്കറിയാം തൊഴിലാളി ഒരു ഓഫീസോ അല്ലെങ്കിൽ ഇതിലാണ് പറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ എന്താവും, അത് കമ്പനീനെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെയാണ് ബാധിക്കുന്നത്. നെക്സ്റ്റ്, ഡാഷ് പ്രാക്ടീസസ് ടീച്ച് ഇൻഡിവിജ്വൽസ് ടീം വർക്ക് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. ഏത് പ്രാക്ടീസസ് ആണ് ഇൻഡിവിജ്വൽസിനെ ടീം വർക്കും അഡ്ജസ്റ്റ്മെന്റും പഠിപ്പിക്കുന്നത്? എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എംപ്ലോയി ട്രെയിനിങ് റിക്വയർസ് ടു മീറ്റ് ഡാഷ്. എംപ്ലോയി ട്രെയിനിങ്ങിൽ എന്താണ് ജോബ് റിക്വയർമെന്റ്, ഒരു ജോലിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തൊഴിലിന് വേണ്ടി സെലക്ട് ചെയ്ത ആൾ നല്ല രീതിയിൽ ചെയ്യണം അല്ലേ. അപ്പോൾ എംപ്ലോയി ട്രെയിനിങ് റിക്വയർസ് ടു മീറ്റ് ജോബ് റിക്വയർമെന്റ്. Next question, dash can be promoted for the future for the top level job. എന്താണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് ടോപ്പ് ലെവൽ ജോബിന് വേണ്ടിയിട്ട്? പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, നല്ല കഴിവുള്ള എംപ്ലോയീസ്. അടുത്തത്, when industrial development increased by HR, it also stimulates dash. എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇൻക്രീസ്ഡ് ബൈ HR എന്തിനേയും കൂടി കൂട്ടുന്നുണ്ട്? എക്കോണമി അല്ലേ. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി ലാഭത്തിലേക്ക് പോകും. അപ്പോൾ അവർക്ക് അവരുടെ ധനമാണ് കൂടുന്നത്. HR ഓൾസോ ഫോക്കസസ് ഓൺ ഡാഷ്. HR ഫോക്കസ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വർക്കേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളതും HR ഫോക്കസ് ചെയ്യും. വാട്ട് ഈസ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് അറ്റ് വർക്ക് പ്ലേസ്? ഒരു വർക്ക് പ്ലേസിൽ ഹാർമോണിയസ് ആയിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ യോജിച്ച് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് വേണം അല്ലേ. അപ്പോൾ അതിനെന്തൊക്കെ വേണം?
ഫ്രണ്ട്ലി ഇൻ നേച്ചർ, എല്ലാവരും ഫ്രണ്ട്ലി ആവണം. പ്ലീസിങ് ആൻഡ് കൺസിസ്റ്റൻറ്റ്, ഒരു ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ കൺസിസ്റ്റൻറ്റ്, ഒരു ദിവസം ജോലി ചെയ്തു പിന്നെ 2 ദിവസം ചെയ്തില്ല, അങ്ങനെ പറ്റില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്തു പോകണം. കോർഡിയൽ ആൻഡ് അവൈലബിൾ, അവർ എപ്പോഴും എന്താണ് ഭവ്യതയുള്ളതാവണം. പിന്നെ വർക്കിന് അവൈലബിൾ ആവണം. അപ്പോൾ ഓൾ ഓഫ് ദ അബവ്, ഈ 3 ഓപ്ഷനും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ PDF ആയിട്ട് നോട്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. നിങ്ങൾ പഠിച്ചത് റിവൈസ് ചെയ്യുക. ഈ ടൈമൊക്കെ റിവിഷന് കൂടുതൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് തുടങ്ങിയതാണ്. അപ്പോൾ പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിലേക്ക്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ തുടക്കക്കാരാണ്. അപ്പോൾ പരമാവധി എല്ലാവർക്കും യൂസ്ഫുള്ളായ വീഡിയോസ് ചെയ്യണമെന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ചാനൽ. ഇനി നെക്സ്റ്റ് നമ്മൾ ICDSൻ്റെ 10th ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ആർക്കെങ്കിലും നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റട്ടെ. എല്ലാവരും നല്ല പൊസിഷനിൽ നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.